അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തര, അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം, പൂരുരുട്ടാതി, മുക്കാൽ, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ജോലി അല്ലെങ്കിൽ കരിയർ സംബന്ധിച്ച് ബുധൻ ലഗ്നത്തിൽ ഉള്ള കാലമാണ്. ഫെബ്രുവരി 3-ാം തീയതി മുതൽക്ക് ജീവിതത്തിൽ ചില വഴിത്തിരിവുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായെന്നിരിക്കാം. 6-ാം തീയതിക്ക് ശുക്രനും ഈ ബുധനോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ രാഹുവുമുണ്ട്. പുതിയ ജോലിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥാനത്തേക്ക് ഒക്കെ ഈ ഉള്ള ചലനം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബന്ധങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവായിട്ട് ഒരു തന്നിലേക്ക് ഒരു ശ്രദ്ധ ആകർഷിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ധനപരമായിട്ട് പുതിയ ചില വരുമാന മാർഗങ്ങൾ അഥവാ സ്രോതസ്സുകൾ തുറന്ന് വരുന്നതായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അത് നമുക്ക് വേണ്ടത്ര ഗുണം തരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ചില നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് മുഴുവൻ കാര്യങ്ങളും എന്ന് ഉള്ള ബോധ്യത്തോടു കൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നീരസപ്പെട്ട് അഥവാ അതിൽ വ്യത്യാസം ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങളും ഒക്കെ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ശനി ദേവനെ പൂജിക്കുക. ശനിയുടെ ജപഹോമ തർപ്പണാദികളും ഹോമവും ദാനവും ഒക്കെ നടത്തുന്നത് നല്ലതാണ്. ശനിക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിലോ പോവുക, വഴിപാട് കഴിക്കുക. ഇതൊക്കെയും അവരവർക്ക് സാധിക്കുന്ന വഴിപാട് കഴിക്കുന്നതും ദർശനം നടത്തുന്നതും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം നടത്തുന്നതും ഗുണഫലങ്ങൾ ഉണ്ടാക്കും. ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയമാണ്. ഈ പൂയം എന്നുള്ളത് പുഷ്യ നക്ഷത്രം എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ അധിദേവത സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നമസ്തേസ്തു നമഃ പുരുഷ പൂർവജ നമഃ എന്ന് പറയാറുണ്ട്. അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മ പരമാത്മ ബന്ധം, ബ്രഹ്മമായിട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് ആ സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ. സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഗുരുവാണ്. സാക്ഷാൽ സദാശിവൻ ഗുരു, ഈശ്വരൻ്റെ പോലും ഗുരു, ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാഡിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ. ഇനി അതിന് മുകളിലേക്ക് മറ്റൊന്നില്ല. ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ്. വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം. അത് ഈ മാസം ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക. ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക, അവിടെ വ്രതമെടുക്കുക, ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ, നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ, പഠന സംബന്ധമായിട്ട്, അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി, ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത്. നമസ്കാരം.